എല്ലാവർക്കും പബ്ലിക് കട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വചനം ജെറമിയ 31:16. കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കുക, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. ഈ വചനമനുസരിച്ച് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഗോതമ്പ് നുറുക്ക് കൊണ്ടുള്ള ഒരു പായസമാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമാവും, വളരെ ടേസ്റ്റിയാണ്. ഇനി ഞാൻ നിങ്ങളെ അത് പറഞ്ഞു പോരാടിപ്പിക്കുന്നില്ല. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ അതിനായിട്ട് 250 ഗ്രാം ഗോതമ്പ് നുറുക്ക് എടുത്തിട്ടുണ്ട്. ഇത് റേഷൻ പീടികയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഗോതമ്പ് നുറുക്കാണ്. ഇത് ഞാൻ നന്നായിട്ട് കഴുകി കുതിർത്തി വെച്ചിട്ട് വെള്ളം മാറ്റി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒട്ടും വെള്ളമില്ല. ഇനി ഇത് എന്തിനെങ്ങനെ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ടുണ്ട്. പിന്നെ നമുക്ക് എളുപ്പത്തിൽ 2 വിസിലടിക്കുമ്പോഴേക്കും നമുക്കിത് വെന്തും കിട്ടും. അപ്പോൾ ഞാനിത് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കും. വെള്ളം എന്ന് പറയുന്നത് ഇത് മുങ്ങി കിടക്കണത്രയ്ക്ക് വെള്ളം മതി. ഇനി നമുക്കിത് മൂടി വെച്ചടച്ചിട്ട് നമുക്ക് ഗ്യാസിലേക്ക് ഉപയോഗിക്കാം. ഗ്യാസ് ഫുള്ളിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് 2 വിസിലടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റോവിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെയാണ് ഇരിക്കുക. ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ നമ്മളെല്ലാം പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ കുറച്ച് പാലൊഴിക്കും. ഞാനിവിടെ എടുക്കുന്നത് നാളികേരപ്പാലല്ല, പശുവിൻ്റെ പാലാണ്. 1/2 ലിറ്റർ പാല് ഞാൻ ആകെ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് പാല് ഞാനിപ്പോൾ ഈ പാത്രത്തിൽ ഒഴിക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് പാല് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു. എന്നിട്ട് നമ്മൾ കയ്യിലോണ്ട് ഇങ്ങനെ ഇതൊന്ന് ഉടയ്ക്കും. ഇങ്ങനെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉടയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഉടയ്ക്കും. അപ്പോൾ നന്നായി ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പാലിൽ ചേർക്കാം. ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായി ഇളക്കി. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ചെയ്യാൻ പോണത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കും. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 5 മിനിറ്റ് നമുക്ക് സ്റ്റവിൻ്റെ മുടി വെച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിം ഫുള്ളിൽ വയ്ക്കാം. എന്നിട്ട് പതുക്കെ നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇത് തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് വേറൊരു ചെറിയ പണിയുണ്ട്. അതായത് ഇതിൽ നമുക്ക് മധുരം ചേർക്കണം. അതിന് ഞാനിവിടെ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്, പഞ്ചസാരയല്ല. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ശർക്കര വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഞാനിവിടെ ചേർക്കുന്നത് ശർക്കരയാണ്. അപ്പം ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ട് ഒരു പാത്രത്തിലിടാൻ പോകണം. അപ്പോൾ നമ്മൾ ഒരു 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാരണം ഓൾറെഡി നമ്മുടെ പായസത്തിന് വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ അധികം വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മുടെ പാലും വെള്ളവും ഗോതമ്പ് നുറുക്കൊക്കെ മിക്സ് ചെയ്ത് തിളച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ശർക്കര ഉരുക്കാൻ വെച്ചത് അത് നന്നായിട്ട് ഉരുക്കിയിട്ടുണ്ട്. നമുക്കിനി ശർക്കര ഉരുക്കാൻ വെച്ചതിൻ്റെ ഗ്യാസ് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു അരിപ്പെടുത്തിട്ട് നമുക്ക് ഈ പായസത്തിലേക്ക് നമുക്ക് അരിച്ചൊഴിക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളിപ്പോൾ സ്റ്റവ് നമ്മൾ വളരെ സിമ്മിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ഒരു 75% നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ചെറിയൊരു പണി കൂടി ഉണ്ടോ. നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 5 ഏലക്കായ ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കത് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് കാഷ്നട്ടും കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്കതൊരു പാത്രത്തിലിട്ടിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഈ നെയ്യ്ക്ക് നമുക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കിസ്മിസും കാഷ്നട്ടും ഫ്രൈ ആയിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം.
ഇനി നമുക്ക് ഇതിൻ്റെ മധുരം നോക്കാം. അഥവാ ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ മധുരം കുറവാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടി വരും. മധുരം നോക്കിയപ്പോൾ കുറച്ച് കുറവാണെന്ന് തോന്നി. പക്ഷേ ഷുഗർ ഉള്ളവർക്ക് കഴിക്കുകയാണെങ്കിൽ ഇത് പെർഫെക്റ്റാണ്. പക്ഷേ കുട്ടികൾക്കൊക്കെ ഇത് കുറച്ച് കുറവ് തോന്നും. അപ്പോൾ ഞാൻ അതിന് ആയി ഒരു 3-4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. ഇപ്പം മധുരം കറക്റ്റാണ്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമുക്ക് കാഷ്നട്ട് ആ നെയ്യോട് കൂടി നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. കാരണം ഇതിൽ പിന്നെ വേറെ നെയ്യ് ഞാൻ ചേർക്കുന്നില്ല. നമ്മൾ നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസം അങ്ങനെ റെഡി ആയിട്ട് അങ്ങനെ നമ്മുടെ ഗോതമ്പ് നുറുക്ക് കൊണ്ടുള്ള പായസം ഉണ്ടാക്കി കഴിഞ്ഞു. നമുക്കെല്ലാവർക്കും ഈ ഇങ്ങനെയുള്ള ഗോതമ്പ് നുറുക്ക് റേഷൻ കടയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് വലിയ ചിലവൊന്നുമില്ല. പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ മുകളിലുള്ള ഒരു ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാനുണ്ടാക്കുന്ന കൊച്ചു കൊച്ചു റെസിപ്പികൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി വീണ്ടും ഒരു റെസിപ്പിയുമായി കാണുന്നതുവരെ നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.